ഹലോ, ഹാപ്പി ന്യൂ ഇയർ 2026. ഇന്ന് നമുക്ക് ട്രേഡിംഗ് വ്യൂയുടെ ബേസിക് പ്ലാനിൽ കൂടെ ഒരു സ്റ്റോക്കിനെ എങ്ങനെ എപ്പോൾ എൻട്രി ചെയ്യാം, അതേപോലെ തന്നെ എപ്പോൾ എക്സിറ്റ് ചെയ്യാം എന്ന് ചില കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂ ബേസിക് പ്ലാനിൽ നമുക്ക് മാക്സിമം അതിൻ്റെ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻസും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ട്രേഡിംഗ് വ്യൂ. നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പം ട്രേഡിംഗ് വ്യൂ ലിങ്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ബേസിക് പ്ലാനാണ്. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിൻ്റെ ബേസിക് പ്ലാനാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബേസിക് പ്ലാനാണ്. ആർക്ക് വേണേലും ബേസിക് പ്ലാൻ എടുക്കാം. ഇറ്റ്സ് ഫ്രീ. ഓക്കെ, അപ്പം നമുക്കിഷ്ടമുള്ള ഒരു സ്റ്റോക്കിനെ നമുക്ക് സെർച്ച് ചെയ്യാം. AIA സെർച്ചറിൽ AI അടിച്ചപ്പം രണ്ട് ഇത് വന്നു. NSEയും വന്നു, BSEയും വന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ BSE സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യം പഴയതെല്ലാം ക്ലോസ് ചെയ്യാം. സോ ദാറ്റ് വി വിൽ. ഓക്കെ, ഇതാണ് ഒരു സാധാരണ ഒരു കസ്റ്റമർ, ബേസിക് പ്ലാൻ ഉപയോഗിക്കുന്ന കസ്റ്റമർ ആദ്യമായിട്ട് ട്രേഡിംഗ് വ്യൂവിൽ കയറുമ്പം നമുക്ക് ലഭിക്കുന്ന ചാർട്ട് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. എപ്പം ഒരു സ്റ്റോക്കിൽ കയറണം, എപ്പം ഇറങ്ങണം എന്നൊന്നും നമുക്ക് ബൈ ആൻഡ് എക്സിറ്റ് ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം അതിന് നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കണം. ഓക്കെ, ഈ ബേസിക് പ്ലാനിൽ മാക്സിമം 2 ഇൻഡിക്കേറ്റേഴ്സേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ 2 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ഒരു സ്റ്റോക്ക് മേടിക്കാനോ അതേപോലെ സെല്ല് ചെയ്യാനോ നമുക്ക് പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ നമ്മളിപ്പോൾ മൂവിങ് ആവറേജ് നോക്കുവാണെങ്കിൽ മിനിമം 3 മൂവിങ് ആവറേജ് എങ്കിലും കോമ്പിനേഷൻ ഇല്ലാതെ നമുക്കൊരു സ്റ്റോക്കിനെ മേടിക്കാനോ വിൽക്കാനോ പറ്റില്ല. മിനിമം 3 കോമ്പിനേഷനെങ്കിലും വേണം മൂവിങ് ആവറേജിൽ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്ററാണ് RSI. അപ്പോൾ ഈ മൂവിങ് ആവറേജ് മിനിമം 3 വേണം. പക്ഷേ ഇതിനകത്ത് ബേസിക് പ്ലാനിൽ 2 നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളെങ്കിൽ നമുക്ക് അതും യൂട്ടിലൈസ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പം ഞാൻ അതിന് നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ടൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അത് വെച്ച് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇൻഡിക്കേറ്റർ എന്നും പറഞ്ഞ ഒരു മേളിലൊരു ടാബുണ്ട്. അതിൽ പോവുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്കിങ്ങനെ പല ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പേരുകൾ ഇഷ്ടം പോലുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടിയത് മൂവിങ് ആവറേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂവിങ് ആവറേജ് ടൈപ്പ് ചെയ്യുക. മൂവിങ് ആവറേജിന് അടിക്കുന്ന ഉടനെ സ്റ്റാൻഡേർഡ് മൂവിങ് ആവറേജ് ഇതാണ്, മൂവിങ് ആവറേജ് എക്സ്പ്ലനേഷണൽ. പക്ഷേ നമുക്ക് വേണ്ടിയത് നമുക്ക് ലിമിറ്റഡ് ആക്സസ് ആയതുകൊണ്ട് നമുക്ക് മൂവിങ് ആവറേജ് റിബൺ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മൂവിങ് ആവറേജ് റിബൺ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് മൂവിങ് ആവറേജ് സ്റ്റാൻഡേർഡ് എടുക്കുവാണെങ്കിൽ ഒറ്റ മൂവിങ് ആവറേജ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതൊരു മൂവിങ് ആവറേജ് ആണ്. കണ്ടില്ലേ, ഇതൊരു മൂവിങ് ആവറേജ് ആണ്. അത് എന്താ പറയുന്നത്, ലെങ്ത്ത് 9 ഡേയ്സ് മൂവിങ് ആവറേജ് ആണിത്. ഓക്കെ, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡിഫോൾട്ട് വരുന്ന 9 ആണ്. നമുക്കത് മാറ്റുകയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് വേണ്ടിയത് 3 മൂവിങ് ആവറേജെങ്കിലും മിനിമം വേണം. ഇപ്പം ഞാൻ ഇനി വീണ്ടും അതിനെ നമുക്ക് 10 ആക്കാം. ഒരു മിനിറ്റ്, ഇതിനെ നമുക്ക് ഈ മൂവിങ് ആവറേജിനെ നമ്മൾ 10 ആക്കുന്നു. നമുക്ക് ഒരു മൂവിങ് ആവറേജ് 10 ആണ് വേണ്ടിയത്. 10 ആക്കി. അടുത്തൊരു ഇൻഡിക്കേറ്റർ എടുക്കുന്നു. അടുത്ത മൂവിങ് ആവറേജിനെ നമ്മൾ സെർച്ച് ചെയ്യുന്നു. മൂവിങ് ആവറേജ് എക്സ്പ്ലനേഷൻ രണ്ടാമത്തേത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനെ നമുക്ക്
ക്ലോസ്. അതിനെ നമുക്ക് സെറ്റിങ്സ്, അതിനെ നമുക്ക് 30-day മൂവിങ് ആവറേജ്. ഓക്കെ, കളറും മാറ്റാം. സ്റ്റൈൽ കളർ വൈറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാനിത് നിങ്ങൾക്കൊരു സാമ്പിൾ കാണിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എത്രമാത്രം നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പം 10 day ആയി, 30 day ആയി. ഇനി നമ്മൾ അടുത്തൊരു ഇൻഡിക്കേറ്ററിലൂടെ മൂവിങ് ആവറേജ് മിനിമം 3 വേണം കേട്ടോ. മൂവിങ് ആവറേജ്, മൂവിങ് എക്സ്പ്ലനേഷൻ കണ്ടോ, നമുക്ക് മാക്സിമം നമുക്ക് 2 ഇൻഡിക്കേറ്റേഴ്സേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് മൂവിങ് ആവറേജ് വെച്ച് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കാം. ഓക്കെ, സോ ഐ ആം ക്ലിയറിങ് ഓഫ്. ഇതും ക്ലിയർ ചെയ്തു. നമ്മൾ വീണ്ടും മൂവിങ് ആവറേജ് ടൈപ്പ് ചെയ്യുന്നു. മൂവിങ് ആവറേജ് റിബൺ. ഓക്കെ, മൂവിങ് ആവറേജ് റിബൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻഡിക്കേറ്റേഴ്സ് വരും. ഓക്കെ, 4 ഇൻഡിക്കേറ്റേഴ്സ്, 1 2 3 4. ഓക്കെ, അപ്പം മൂവിങ് ആവറേജ് റിബൺ അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. മൂവിങ് ആവറേജ് റിബൺ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. മൂവിങ് ആവറേജ് റിബൺ. ഓക്കെ, അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേവറേറ്റ്സിലാക്കിയിടാം. അപ്പോൾ അത് അവിടെ കിടന്നോളും. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. അപ്പം സിൻസ് നമ്മളിപ്പോൾ മൂവിങ് ആവറേജിനെ, അപ്പോൾ ഇത് 4 കൂടെ ഒരു കോമ്പിനേഷൻ ഓഫ് 1 ഇൻഡിക്കേറ്ററാണേ. അപ്പോൾ ഇതിനെ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാം. നമുക്ക് 3 മതി. ഓക്കെ, നമുക്ക് 3 മാത്രം മതി. അപ്പോൾ നമുക്കിതിനെ സെറ്റപ്പിൽ കൊണ്ടുപോകാം. ഓക്കെ, നമുക്ക് വേണ്ടിയത് എന്തൊക്കെയാണ്? ഒന്ന്, ആദ്യത്തേത് നമുക്ക് 10, രണ്ടാമത്തേത് നമുക്ക് 30, മൂന്നാമത്തേത് 100 മൂവിങ് ആവറേജ് നമുക്ക് വേണ്ട, അതിനെ അൺടിക്ക് ചെയ്തു. നാലാമത്തേത് 200 day മൂവിങ് ആവറേജ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കളറൊക്കെ നമുക്ക് മാറ്റാം, നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു കളറാക്കാം. ഓക്കെ, ആദ്യത്തേത് വൈറ്റ് ആക്കാം, വൈറ്റ് 10 വൈറ്റ്. രണ്ടാമത്തേത് നമുക്ക് ബ്ലൂ ആക്കാം. ഓക്കെ, മൂന്നാമത്തേത് റെഡ് തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, എന്നിട്ട് സ്റ്റൈലിൽ വരുമ്പം നമുക്കിതിൻ്റെ ലൈന് നമുക്ക് വിസിബിൾ ആകാനായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒരു തിക്ക് ലൈൻ ആക്കാം. ഓക്കെ, അപ്പം ഇച്ചിരി വിസിബിൾ ആവും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് റീഡിങ് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒന്ന് കാണണം. അതുകൊണ്ട് ഞാൻ ഇതിനെ എല്ലാത്തിനെയും ഒരു വിസിബിളാക്കി എടുക്കുക. 2, പിന്നെ റെഡ്. ഓക്കെ, പിന്നെ സെറ്റ് വേണമെങ്കിൽ സേവ് ആസ് ഡിഫോൾട്ട് എന്നിട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ തുറക്കുമ്പം ഈ ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും തുറന്നു വരുന്നത്. അപ്പം സേവ് ആസ് ഡിഫോൾട്ട് എന്നിട്ടു ഓക്കെ അടിച്ചു. അപ്പം നമ്മൾ മൂവിങ് ആവറേജിനെ സെറ്റപ്പ് ചെയ്തെടുത്തു. ഓക്കെ, ഇനി അടുത്ത ഒരു ഇൻഡിക്കേറ്ററൂടെ വേണം, എന്നാലേ നമുക്ക് ഒരു സ്റ്റോക്ക് ബൈയും സെല്ലിനെയും കുറിച്ച്. അതിന് നമുക്ക് വേണ്ടിയത് RSI. ഇതാണ് സ്റ്റാൻഡേർഡ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഇതിനെ ഞാൻ ഫേവറേറ്റ്സിലാക്കി ക്ലിക്ക് ചെയ്യുന്നു. അത് വന്നു. ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെടുക്കണമേ, RSI. അപ്പോൾ RSI ഇവിടെ ഉണ്ട്, അതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻപുട്സ് കാൽക്കുലേറ്റ് ഡൈവേർജൻസ്. അപ്പം ഇത് ബൈയും സെല്ലും ഒക്കെ ഇത് കണ്ടോ, ഇപ്പം ഇത് പ്ലെയിനാണ്, ഇവിടെ ഒന്നും കാണിക്കുന്നില്ല RSIയിൽ. അപ്പം ഇതിനകത്ത് കാൽക്കുലേറ്റ് ഡൈവേർജൻസ് എന്ന് അടിക്കുന്ന ഉടനെ, ടിക്ക് ചെയ്യുന്ന ഉടനെ സ്റ്റോക്ക് എപ്പം വിൽക്കണം എപ്പം കയറണം എന്നുള്ള ഒക്കെ കാണിച്ചു തരും. നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, വേറെ ഒരു ചേഞ്ചസും ഒന്നുമില്ല. ഇവിടെ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് അത് ടിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലുള്ളത് 70 ആണ്. 70 ഇതിനെ നമുക്ക് 70 അത് റെഡ് ഇടാം. റെഡ്. ഓക്കെ, അതേപോലെ തന്നെ 50 നമുക്ക് വൈറ്റ് ആക്കാം. അതേപോലെ തന്നെ 30
അതിനെ ഗ്രീൻ ആക്കാം. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ 70, 50, 30 നമ്മൾ മൂന്നും ഇത് വൈറ്റ്. ഓക്കെ, വൈറ്റും ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് സേവ് ആസ് ഡിഫോൾട്ടിനടിച്ചു. ഓക്കെ അടിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു സ്റ്റോക്കിനെ എങ്ങനെ ഇപ്പം നമ്മളൊരു ഒരു സെറ്റപ്പ് ആക്കി എടുത്തു ട്രേഡിംഗ് വ്യൂവിൽ. ഓക്കെ, ഇത് ഫ്രീ ആണ്, നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനൊക്കെ എല്ലാ ദിവസത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കൊക്കെ കിട്ടും. നിങ്ങൾ ഈ ബ്രേക്കൗട്ട് സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോൾ ഇറങ്ങണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു PDF ഫയൽ അയച്ചിട്ടുണ്ട്, അതും വായിച്ച് നോക്കണം. ഓക്കെ, അപ്പം നമ്പർ 1, നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുമ്പം നമ്പർ 1 അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനി ആയിരിക്കണം. ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊക്കെ ഉള്ള പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കാം. അപ്പം ഇതിൽ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റോക്ക്, നമ്മൾ മേടിക്കാൻ പോകുന്ന സ്റ്റോക്ക് ഈ 200 ഡേയ്സ്, ഇതാണ് 200 ഡേയ്സ് ലൈൻ, ഇതാണ് 200 ഡേയ്സിൻ്റെ മേളിലായിരിക്കണം. ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയായിരുന്നു, ഗോൾഡൻ ക്രോസ് ഓവർ, ബിഗ് ക്രോസ് ഓവർ എന്നൊക്കെ പറഞ്ഞ്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ AIA കമ്പനിക്ക് ഒരു ഗോൾഡൻ ക്രോസ് ഓവർ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടാം. കണ്ടോ, ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ടൈം ടു എൻ്റർ ആണിത്, ഗോൾഡൻ ക്രോസ് ഓവർ. ഇവിടുന്ന് സ്റ്റോക്ക് നല്ലൊരു റാലി നടത്തിയിട്ടുണ്ട്. വെച്ചാൽ ഇത്രയും നാളും 52 വീക്സ് താഴെയും 200 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴെയുമായിരുന്നു സ്റ്റോക്ക് ഗോൾഡൻ ക്രോസ് ഓവർ ചെയ്ത് സ്റ്റോക്ക് മേലിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു എൻ്റർ. ഒന്ന്, നമ്മൾ മൂവിങ് ആവറേജ് വെച്ച് ലോങ് ടേമിലേക്ക് നമ്മൾ മേടിക്കാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ വെയിറ്റ് ടിൽ സ്റ്റോക്ക് ക്രോസ് ഓവർ 200 ഡേ മൂവിങ് ആവറേജ്. ഓക്കെ, അല്ല നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹം, അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹമെങ്കിൽ ഒരു നല്ലൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനി 30 ഡേയ്സ് മൂവിങ് ആവറേജ് RSI 30യുടെ താഴെ വരുമ്പം, ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയാണ്, അല്ലാതെ അൽബുൾത്ത് കമ്പനി പോയി ഒന്നും മേടിക്കല്ലേ. ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനി വല്ലപ്പോഴും ഒക്കെ 30 RSIക്ക് താഴെ വരുന്ന സമയത്ത് ചാടിക്കയറി മേടിക്കുക. അപ്പം ഇവിടെ ഈ സ്റ്റോക്ക് ഇവിടെ ആയിരുന്നു 30 ഡേ RSIയിൽ വന്നത്. ഇവിടുന്ന് എൻട്രി എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എപ്പോൾ ഈ സ്റ്റോക്ക് 70 RSIയുടെ മേളിൽ കയറുന്നു ആ സമയത്ത് എക്സിറ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മേടിക്കുന്നു, ഇവിടുന്ന് എക്സിറ്റ് അടിക്കുന്നു. അതാണ് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, RSI വെച്ച് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് 30 RSIയുടെ താഴെ വെച്ച് മേടിക്കുന്നു, 70യുടെ മേളിൽ പോകുമ്പം എക്സിറ്റ് അടിക്കുന്നു. ഓക്കെ, ഇത് രണ്ട് കോമ്പിനേഷനിലും വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റോക്കിൽ മേടിക്കാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഓക്കെ, നമ്മളിവിടെ ഇത് കണ്ടെങ്കിലും ഈ സ്റ്റോക്ക് ചിലപ്പം താഴെ വരാനും സാധ്യതയുണ്ടെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഡേ മൂവിങ് ആവറേജ് 30 ഡേ മൂവിങ് ആവറേജിന് താഴെയാണ്. അങ്ങനെ വരുമ്പം സ്റ്റോക്ക് മേളിലോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം നല്ലൊരു റാലി പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്ക് ഈ പരുവത്തിൽ കിട്ടണം.
10 ആയിരിക്കണം ഏറ്റവും മേളി, അതിൻ്റെ താഴെ 30, അതിൻ്റെ താഴെ 200. അല്ല നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു എൻട്രിയാണ്. ഇവിടെ 10-ഡേ മൂവിങ് ആവറേജ് 30-ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മേളി പോയ സമയത്ത് കയറുവാണ്. എന്നിട്ട് അതേപോലെ തന്നെ RSI ഈ ലെവലിൽ വന്നു, അന്നേരം തന്നെ എക്സിറ്റ് അടിക്കുക. അല്ല ലോങ് ടേമിലേക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ ബിഗ് 10-നകത്ത് സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളിൽ 200-ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിൽ ഗോൾഡൻ ക്രോസ് ഓവർ കണ്ട ഉടനെ കയറിക്കോണം. എന്നിട്ട് ഹോൾഡ് ഓൺ ടിൽ അടുത്ത ഒരു ഇൻഡിക്കേഷൻ വരുന്നിടം വരെയും നിങ്ങൾ അതിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. അത് ലോങ് ടേം ആണ്. 2 years, 3 years, 5 years അണ്ടിൽ ഒരു മാർക്കറ്റിൽ ഒരു ബാഡ് ന്യൂസ് വരുന്നിടം വരെയും വി ക്യാൻ ഹോൾഡ് ഓൺ ടു ദ സ്റ്റോക്ക്. ഇൻ ബിറ്റ്വീന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് ഒരു സ്റ്റോക്കിൽ എങ്ങനെ ഒരു ട്രേഡിംഗ് വ്യൂ നമുക്ക് ഒരു ബേസിക് പ്ലാനിൽ അത് സെറ്റപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു സ്റ്റോക്ക് എങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിങ്ങനെ വാച്ച് ലിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിയ വാച്ച് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ ലിസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഇതിനും ഫ്രീ ട്രയലാണ് ചോദിക്കുന്നത്. അപ്പോൾ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് എന്തോ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ മൊത്തം ഇപ്പോൾ ഇവിടുന്ന് സ്റ്റോക്കിനെ മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. ഓക്കെ, മൊത്തം ഞാൻ എടുത്ത് കളയുക. അങ്ങനെ നമ്മൾ മൊത്തം സ്റ്റോക്കിനെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും നമ്മൾ AIA സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, AIA സ്റ്റോക്ക് നമ്മൾ ആ മാർക്ക് ചെയ്തൊക്കെ അവിടെ കാണും. ഓക്കെ, അതൊന്നും പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കിനെ മാത്രം, എക്സാമ്പിൾ ഞാൻ ചുമ്മാ ഇടുവാണേ, ടാറ്റ പവർ ജസ്റ്റ് മനസ്സിൽ വരുന്ന, ഓക്കെ, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അത് ഞാനൊരു ജസ്റ്റ് നിങ്ങളെ കാണിച്ചു. നിങ്ങൾ എവിടെ സെലക്ട് ചെയ്യുന്നതെല്ലാം അവിടെ വരും. ഓക്കെ, റിലയൻസ് ഇൻഡസ്ട്രി, പിന്നെ കിറ്റെക്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് 3-4 കണ്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇടുമ്പോൾ ഇവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് കിറ്റെക്സ് രണ്ടാമത് വേണമെങ്കിൽ വലിച്ച് ഡ്രാഗ് ചെയ്ത് മേളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കിറ്റെക്സ് രണ്ടാമത് വന്നു. ഓക്കെ, അല്ല നിങ്ങൾക്ക് TCS വേണം ഏറ്റവും മേളി, വലിച്ച് ഡ്രാഗ് ചെയ്ത് മേളിൽ കൊണ്ടുപോയാൽ മതി, TCS ഏറ്റവും മേളി വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു, ബൈ.